organizers of CanFed and Mentor Hub. A special thanks to the girl who introduced me. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതുപോലുള്ള ഇൻട്രൊഡക്ഷൻ ഉള്ള മീറ്റിങ്ങുകളിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മാതാവും എൻ്റെ ഭാര്യയും ഉണ്ടാവണമെന്നാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ശരി, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇന്നും രണ്ട് വ്യക്തികളാണ് എൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി നാളെ ഒരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് എൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞു തരുന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ മാതാവും എൻ്റെ ഭാര്യയും. അവിടെ നിന്ന് തുടങ്ങാം. എവറി പേഴ്സൺ ഈസ് എ സ്റ്റുഡൻറ്. അത് തന്നെയാണ് ജയ മാം ഇപ്പോ പറയാതെയും പറഞ്ഞും പറഞ്ഞത്. ഫ്രഞ്ച് ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു ആയുസ്സിന്റെ സമയം കഴിഞ്ഞാണ് ഞാനും ബഷീർക്കയും ജയ മാഡം തുടങ്ങിയ ആളുകളൊക്കെ വീണ്ടും ഇതുപോലെ ഒരു രണ്ടാം എന്താ പറയാ മനസ്സുകൊണ്ട് യുവത്വമുണ്ടെങ്കിലും ആ ഒരു ലേണിംഗ് പ്രോസസ് ഇസ് നോട്ട് എൻഡിങ്. കുട്ടികളെ, എന്നെ ശ്രവിക്കുന്ന കേൾക്കുന്ന മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, കൊച്ചനുജന്മാരെ, അനുജിത്തിമാരെ, ശരിക്കും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് മുന്നേ പോയ ഒരു തലമുറ ഉണ്ട്. ഇപ്പൊ എന്റെയൊക്കെ പിതാവ്, മാതാവ്. ഒരു ചെറിയൊരു സംഭവം പറയാം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നും എൻ്റെ പിതാവിന്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു, ഈ പാട്ടേ കേൾക്കാൻ പാടൂ, അല്ലെങ്കിൽ ഈ ഗാനങ്ങളെ കേൾക്കാൻ പാടൂ. അപ്പൊ നമ്മളൊക്കെ അന്ന് വിചാരിച്ചിരുന്നു, ഞാനും നാളെ ഒരു ദിവസം ഒരു പിതാവായി ഇതുപോലെ തന്നെ എൻ്റെ മകനോട് കാണിക്കണം, എനിക്കും എൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കണം എന്നന്ന് ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, ചേഞ്ചസ് വന്നു. ഞാൻ ഇന്നൊരു പിതാവായി കാറിൽ പോകുമ്പോൾ എവിടെ എൻ്റെ മകനാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ എന്ത് കേൾക്കണമെന്ന്. അതായത് ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ. അത് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, പാറ്റേൺ ഓഫ് തിങ്കിങ്, പാറ്റേൺ ഓഫ് കൾച്ചർ, പാറ്റേൺ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ്, ഇറ്റ്സ് ഡിഫറെന്റ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കുന്നത്. ഹൗ ടു ഈസിലി ഗെറ്റ് മോൾഡഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ചെറിയൊരു ഫണൽ മാത്രമാണ് ഞാൻ എൻ്റെ സെഷൻ. എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് സ്വായത്തമാക്കാൻ പറ്റും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു സെഷനിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ബട്ട് ഐ ജസ്റ്റ് മേഡ് ഇറ്റ് ആസ് എ എക്സ്ക്യൂസ് മീ made it as a presentation and I'm giving it in an order, that's all. So believe me, when you say this word mirroring and modeling, എനിക്ക് ഓർമ്മ വരുന്നത് in career development we have to divide this into 4 parts: mirroring, modeling, career and development. Now let's see what would be my session. In the agenda of my session would be, I'll be just asking you to assume what do you see yourself in the upcoming 3 to 5 years. I'll be defining what is career as per my perspective, and what is mirroring and what is modeling. And you have to suspense things and the Q&A. These are the things which I have kept for my short presentation. Now, let's see. You have pen, you have paper, as Aftab was mentioning, which is something which greatly done by the organizers of this organization, both organization, the agenda. I have gone through the agenda. I have gone through each and every part played by different role players. Amazing work. Kudos to you, because the way you're conducting it has got a professionalism, and that is what I like. So I don't have to say anything. Just have a brainstorm wherein you can take your paper, you can take your pen, and just think about what you will be doing for the next 3 to 5 years. Your choices.
study qualifications. So for example, I can say the very senior or the leader, Jam only told she is a student of French, which means that education is going on. And I know Bashir Ka, he is also a person who did certain high qualification during his uh, job profile, when he was working. So all these are simple way to identify these areas: study, qualifications, college, university, even travel, certain job, certain work others. Maybe people who knows about UAE, if I ask any student in a school or a college, if I ask them what would be your choice of work, they will be indirectly telling, I want to get, not now, before COVID I'm talking about, they used to say, somehow we want to get into Emirates Airlines. Then I asked them, which job? അവർ പറയും അങ്ങനെയൊന്നുമില്ല ഒരു job but Emirates Airlines. Okay, now what are the responsibilities or things which is influencing you, and what are they? Like family relations, anxieties, social. Now this is a social get together wherein we can say an indirect and informal form of social gathering. Other responsibilities, some of the students were taking up different roles, like in Model UN. Even I was amazed to see when I became a judge, when the kids are sitting അവരുടെ ഫ്രണ്ടിൽ ഒരു നെയിം പ്ലേറ്റ് റെപ്രസെന്റിങ് ഡിഫറെന്റ് കൺട്രീസ്. ഞാനും ആലോചിച്ചിരുന്നു, 90-കളിൽ ഒക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ സ്കൂളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ എന്ത് ഭാഗ്യമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു you have got that privilege and the opportunity. That is so. I'm just not taking much time because this is a session which we used to do in 1 day or 2 days, but I have just cut short. So I just want to make you understand. Just have a brainstorm on yourself and you read it by yourself. What do this question will be coming back in the last as well. Okay, now let's go and see what does career means. Career എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ. ഐ മീൻ മ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന എനിക്കറിയാം, ബട്ട് യു ക്യാൻ സേ if anybody is answering the meaning of career in this line, which is I have given in my quote, a course through life. ജീവിതത്തിൽ ഉടനീളമാണ് ഈ ഒരു സംഭവം. കരിയർ എന്ന് പറഞ്ഞാൽ ജോലിയല്ല, പഠനമല്ല, പ്രൊഫഷണൽ കോഴ്സ്. ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷണൽ കോഴ്സ്, ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ്സ് നോട്ട് എ ഡെസിഗ്നേഷൻ, ഇറ്റ്സ് നോട്ട് റിട്ടയർമെന്റ് ലൈഫ്. It is a course through life, the whole life, right from the beginning. That is what I want to prove through my session. Okay, now here a course through life means what? Very early age you should have a vision. ഈ വിഷൻ നമുക്ക് ചെറുപ്പത്തിൽ ചിലപ്പോൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് വിഷൻ ആയിരിക്കും. ഇവിടെ ആൺകുട്ടികളോട് ചോദിച്ചാൽ നമ്മളോട് അവർ പറയാൻ എന്താണ്, ഫസ്റ്റ് ടൈം വാട്ട് യു വാണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്. എൻ്റെ ഒക്കെ സമയത്ത് ആൺകുട്ടികൾ പറയാ ഞങ്ങൾക്ക് ബസ് ഡ്രൈവർ ആവണം എന്നായിരുന്നു. അന്ന് വലിയ ബസ്സും ലോറി ഓടിക്കുന്നത് കാണുമ്പോൾ വളരെ ആരാധനാപൂർവ്വം നോക്കി നിൽക്കുന്നത്. അപ്പൊ ബസ് അല്ലെങ്കിൽ ലോറി ഓടിക്കലായിരുന്നു ഞങ്ങളുടെ വിഷൻ. പെൺകുട്ടികളാണെങ്കിലോ, മൂത്ത പെൺകുട്ടികളാണെങ്കിൽ എവറി ടൈം ഒരു കെയിൻ ഉണ്ടാവും കയ്യിൽ, ഒരു പിന്നെ ഷോൾ ഇട്ടിട്ട് ദേ വിൽ ബി ടീച്ചേഴ്സ്. ഇതാണ് ആദ്യം വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഇത്. അതിൽ നിന്നാണ് ഈ പറയുന്ന പോലെ അംബിഷൻസ് വരുന്നത്. വാട്ട് ഈസ് ദ അംബിഷൻ? ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ബട്ട് ഈ ഡ്രൈവർ എന്നുള്ള, ബസ് ഡ്രൈവർ എന്നുള്ളത് പിന്നീട് മാറി പൈലറ്റ് ആവും. അപ്പൊ ഫ്ലൈറ്റ് ഓടിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? യു ഫീൽ ലൈക്ക് സ്കിൽസ്. You just ask yourself, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന സ്കില്ല്. I heard somebody was been introduced. അവർക്ക് ഡാൻസ് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക് ഉണ്ട്, ഇതൊക്കെ സ്കില്ലുകളാണ്, യുനോ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ടുഡേ ഇറ്റ് ഈസ് ഈസി ടു കൺസീവ്. ഈ സ്കില്ലൊക്കെ നമുക്ക് കൺസീവ് ചെയ്യാനുള്ള അവസരമുണ്ട്, അത് കാണിക്കാനുള്ള അവസരമുണ്ട്. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്, എവറി ഡേ. Now you were talking about the English club wherein you study a new vocabulary. ഞാൻ എപ്പോഴും പറയും കുട്ടികളുടെ അടുത്ത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം. എങ്ങനെ? ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരാഴ്ച ഇന്ത്യൻ എക്സ്പ്രസ്, നാട്ടിലാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുക ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട്. അത് കഴിഞ്ഞ് ഹിന്ദു വായിക്കുക. ഹിന്ദു വായിക്കുമ്പോൾ ന്യൂസ് പേപ്പർ ദ ഹിന്ദു വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടഫ്നെസ് ഫീൽ ചെയ്യും. സോ വി ഗോ ടു ദ ലെക്സിക്കൺ, ഡിക്ഷണറി എടുത്ത് വായിക്കാൻ നോക്കും. പക്ഷെ 2 ആഴ്ച 3 ആഴ്ച ഈ ഹിന്ദു കഷ്ടപ്പെട്ട് വായിച്ച് യു കം ബാക്ക് ടു ഇന്ത്യൻ എക്സ്പ്രസ്, നിങ്ങൾക്ക് മനസ്സിലാവും ദ ഈസിനെസ്.
ഇവിടെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് how your language is improving. And one more thing, എപ്പോഴാണ് ഞാൻ പറയാ you are a perfect person in English? ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് ഒരു ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾക്ക് അറിയാത്തതില്ല, എല്ലാ വാക്കും you know. I would rather say your learning of English, I would rather say it's completed. Not like that, but I'm just kidding. That much vocabulary it is there. So what you are doing right now is something great. Maybe people will make fun of you by saying one day in 1 week, at least after 1 year we have certain words, otherwise we won't learn. Plan, very simple. Right from the beginning, കുട്ടികൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത്, you should have hold this 5 W's and 1 H ഇപ്പൊ തന്നെ തുടങ്ങുക. What, when, where, why, who and how. എന്തായാലും ശരി ഈ 6 questions നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. What? Now that is the first question Mentor Hub and Canford is asking. What's next? ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. അതാണ് Canfordും Mentor Hubും പറയുന്നത്. What is the question they have asked? What's next? How, why, who എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. So what are the next questions? Why, who, where and when, and also how. പറയാതെ പറയുന്നുണ്ട് Canfordും Mentor Hubും how എന്നുള്ളത്. സിമ്പിൾ, നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. Where, why ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. What is also been asked, how is been shown. That is what Canford and Mentor Hub is doing. Now let's move on to the first thing, mirroring. Mirroring എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ജസ്റ്റ് കണ്ണാടി നോക്കുക, അതല്ലെങ്കിൽ പ്രതിബിംബം കാണുക എന്നുള്ളതാണ് മിററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഇത് നോക്കിയിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പേഴ്സൺ. ഇവരാരൊക്കെയാണ് കാണുന്നുണ്ടല്ലോ അല്ലെ? അഭിഷേക് ബച്ചൻ, ഋതിക് റോഷൻ, വെരി ഗുഡ്. നിങ്ങൾ അവരെ ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് മിററിംഗ്. മിററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ഇപ്പോ ഇതിന്റെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ മൂവി ഗോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൂവി പേഴ്സൺസ്, അവരെപ്പോഴും സിനിമയ്ക്ക് പോയി കഴിഞ്ഞിട്ട് ഇന്റർവെല്ലിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിയേറ്ററിന്റെ സൈഡിലൊക്കെ ഫുൾ ലെങ്ത് മിറർ ഉണ്ടായിരിക്കും. ഈ മിററിൽ കാണാം ബോയ്സും ഗേൾസും അല്ലെങ്കിൽ എല്ലാവരും പോയിട്ട് ഇങ്ങനെയൊക്കെ ഗ്രൂം ചെയ്യും കുറച്ച് സമയത്തിന്. അപ്പോ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, അത്ര ക്ലോസ് ഉള്ളവരോട്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആ സമയത്ത്, ഇന്റർവെൽ സമയത്ത് നിങ്ങൾ മിറർ നോക്കി ഇങ്ങനെ ആക്കുമ്പോ. അപ്പൊ അവര് പറയാണ്, പുറത്ത് പറയരുത്, വി ആർ ജസ്റ്റ് തിങ്കിങ് ഓർ ജസ്റ്റ് വി ആർ മിററിങ്. ഇതാണ് ആ വേർഡ്. എന്താ വെച്ചാൽ ആ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ട് ഞാൻ ചിന്തിച്ചു നോക്കുകയാണ്, കാരണം ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. ഓക്കെ, this just keep in mind these 2 pictures. Mirroring is what everything is done. For example, I can say, take the example of if I'm allowed to take the example, and most of you know Aftab and Bashir Khan. It's very easy for them to start mirroring from the home. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ നമ്മളൊക്കെ പണ്ട് പറയാറുണ്ട്, അച്ഛൻ മാഷാണെങ്കിൽ മക്കളും അതിലേക്കാണ് പോവുക. ഒരു ലോയർ ഉണ്ടെങ്കിൽ മകനും ലോയർ ആയിരിക്കും. You can see anybody like that. Now, if you see in our locality, politicians ന്റെ മക്കൾ politicians ആവുന്നു, ഡോക്ടർ മക്കൾ ഡോക്ടർ ആവുന്നു. It's been again now also. For example, നമുക്കറിയാം PSC chairman, he is a lawyer by profession. He has a son who is also into legal profession. അപ്പൊ അങ്ങനെ എല്ലാവരും ഈ ഒരു ഇതിലേക്ക് വരികയാണ്. This is actually mimicking the role models. അത് നമ്മൾ അറിയാതെ ചെയ്യാണ്. So that is what I always say to the parents. If you are a father, to guide your son, it's very easy. Just you walk. മോൻ നിങ്ങളുടെ മകൻ ഫോളോ ചെയ്യും, അമ്മ മോൾക്കുമാണ്. അതാണ് മിമിക് എന്നുള്ളത്. Now when you mimic or mirror, the next point is analysis, self analysis. എത്ര കണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് എന്റെ മകന്റെ കേസ് കൊടുക്കുക. അവനെ ഞാൻ സെൽഫ് അനാലിസിന് വിധേയനാക്കി. അപ്പൊ എന്താണ് എനിക്ക് മനസ്സിലായത്? ഐ എം എ കോർ ക്രിക്കറ്റ് ഫാൻ, ഹി ഈസ് എ കോർ ഫുട്ബോൾ ഫാൻ. അപ്പൊ അവിടെ ഈ മിററിംഗ് മിമിക്കിംഗ് കഴിഞ്ഞു. ഞാൻ അവനക്ക് വാങ്ങിക്കൊടുത്തത് എന്റെ ഫേവറേറ്റ് ക്ലബായ ബാഴ്സലോണയുടെ ജേഴ്സിയാണ്. ബട്ട് ഹി ഈസ് എ ഹാർഡ് കോർ റൊണാൾഡോ ഫാൻ. അപ്പോ ക്ലബ്ബ് മാറി. അപ്പോ when you do the mimicking, from there it starts. The second one is self analysis. നിങ്ങൾ അനലൈസ് ചെയ്യണം. You help your child or
yourself to analyze your, and see എന്താണ് നിങ്ങൾ എന്നുള്ളത്. And analyze ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക to what extent you are heading. This becomes a behavior. For example, my son likes dance, I like song. I like to speak more, he likes to be in behind the screen most. Avade pressure illa, onnulla, peer pressure onnulla. What we are doing is we started with mimicking, then we did the self analysis, and we developed the behavior. What is the behavior? He is a core football player and he is a dancer. I'm not insisting. This is what mirroring. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുന്നു. ഇനി ഒരു ഉദാഹരണം പറയാം. ഞാൻ ചില കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, when they want to have a industry, career path, opening കിട്ടാൻ വേണ്ടിയിട്ട്, don't choose, എല്ലാവരോടും ചോദിക്കുക നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണെന്നാണ്. So they will say, I want to become a lawyer, I want to become a doctor, I want to become an engineer. Where is the problem? നമ്മൾ ഒരിക്കലും അവരോട് ഇൻഡസ്ട്രി ചൂസ് ചെയ്യാൻ പറയുന്നില്ല. It's high time to think about to choose the industry. എനിക്ക് ഒരുപാട് പേരെ അറിയാം, they have taken MBA in HR or sales and marketing. So you know very well, ഒരു ഗവൺമെന്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന HR മാനേജർ, ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന HR മാനേജർ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന HR മാനേജർ, their works are entirely different. And that is a problem that we face whenever people come to work. ഈ കുട്ടികൾ എന്താ പഠിക്കുന്നത്, and what acquired and what is required will be having a big gap. അത് എന്തുകൊണ്ടാണ്? Because we don't know which industry we want to go. Now I am a lawyer by profession, but what happened is we didn't specialize. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? We can't be jack of all trades. എല്ലാം കൂടി തലേ ചെയ്യാൻ പറ്റില്ല. And what is the present today? I will tell you one thing. ഞാൻ intellectual property rights, IPR, brand, ഇതിന്റെ legal thingsum കാര്യങ്ങളും പഠിക്കുന്നത് at the age of 35. After completing my degree, my post-graduation and all, I am reading the book for IPR. IPR എന്താണ് എന്ന്, ഭൗതിക സ്വത്തവകാശത്തെ കുറിച്ച് ആധികാരികമായി വായിക്കുന്നതും പഠിക്കുന്നതും 35-ാമത്തെ വയസ്സിലാണ് സംസാരിക്കുന്നത്. അത് ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട്. പക്ഷെ ദുബായ് കസ്റ്റംസ് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ UAE, ഇത് രണ്ടും കൂടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു മത്സരമുണ്ട്. അതിന്റെ ബേസ് ദുബായ് കസ്റ്റംസ് കൊടുക്കുന്ന IPR അവാർഡാണ്. ഒരു ദിർഹംസിന്റെ ഒരു എമൗണ്ടും അവാർഡും. കഴിഞ്ഞ 3 വർഷമായിട്ട് എന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ ഒരു ടീമാണ് അത് വിൻ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷവും എന്റെ മകൻ അതിന്റെ ഭാഗമാണ്. He started when he was 12 years. See the difference. 12 വയസ്സിൽ അവൻ സ്വായത്തമാക്കിയ IPR ലെസൺസ് ഞാൻ വായിക്കുന്നത് 35-ാമത്തെ വയസ്സിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇൻഡസ്ട്രിയൽ നോളജ് വിച്ച് യു വാണ്ട് ടു ക്രിയേറ്റ്. അതർവൈസ് യു വിൽ ബി സെറ്റ് ബാക്ക്. നെക്സ്റ്റ് വൺ ഈസ് സിമുലേഷൻ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ എനിക്ക് അറിയില്ല, some places of course it will be there. It's my problem, I didn't reach there. ദുബായിൽ ഉണ്ട് കിഡ്സാനിയ എന്ന് പറഞ്ഞ ഒരു പാർക്ക്, അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ഫൺ ഗെയിംസ് പ്ലേസ്. അവിടെ എന്താ കുട്ടികൾ ചെയ്യുന്നത്? they go inside, they choose a profession. ഡോക്ടർ ആവാം, ബേക്കർ ആവാം, ഷെഫ് ആവാം, scientist ആവാം. Then they are just taking the role and inside they play. Yes, and one day my son he went to the Kidzania പോയിട്ട് വരുന്നത് പറയുന്നത് എന്താ അറിയോ? ഇത് ഞാൻ ഉണ്ടാക്കിയ കുക്കീസ് ആണെന്നാണ്. See, ഞാൻ ഉണ്ടാക്കിയ കോക്ക്. How proud he is in telling. നമ്മളത് എൻകറേജ് ചെയ്യണം. This is what Kidzania is doing. Such simulations should also be given to the children. അതേപോലെ ഇപ്പൊ എനിക്കറിയാം, എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് what made you a lawyer എന്ന് വെച്ചാൽ, it's not by chance, sorry, it's not by choice, it's by chance. by chance അവിടെ എത്തിയതാണ്. Then I made it my choice. പക്ഷെ ഇപ്പൊ എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ അവസരങ്ങളുണ്ട്. One more thing I do, and that is something, ഞാൻ വിചാരിച്ചത് സിനിമയിലൊക്കെ കാണുമ്പോൾ ലോയേഴ്സ് ഇങ്ങനെ ആധികാരികമായിട്ട് പൊട്ടിത്തെറിക്കുന്നു, ഭയങ്കരമായിട്ട് ഘോരം വാദിക്കുന്നു. ഇതിന്റെ ഒരു അംശം പോലും ലോവർ കോർട്ടിലൊന്നും കാണാറില്ല. ഹയർ കോർട്ടിൽ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. So when you get a simulation, go to the real place and get simulated. And the last one which I always say to the children, എന്റെയും ഒരു സ്വപ്നമാണ് IIM-ന്റെ ഒക്കെ. For example, kids over here, what you have to do is just go and see the campus of IIM Calicut. കോഴിക്കോടുള്ള IIM-ന്റെ ക്യാമ്പസ് ഒന്ന് കാണുക. What makes the difference? This is what mirroring is. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നാഷണൽ ലോ സ്കൂൾ, ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, IIM
കോഴിക്കോട് അല്ലെങ്കിൽ IITസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാല് നിങ്ങളെ തന്നെ അവിടെ കാണും. ഞാൻ ഇവിടെ പഠിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും. ദിസ് ഇസ് ദ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് മിററിംഗ്. ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കുറെ കാലം കഴിഞ്ഞ് യു ആർ സീയിങ് യുവേഴ്സ്, നിങ്ങളുടെ റിഫ്ലക്ഷൻ നിങ്ങൾ കാണണം അതിൽ. ആൻഡ് ഫോർ ദാറ്റ് ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് ഗോയിങ് ഇൻ ഡെപ്ത് ഇൻ ടു ദ മിററിംഗ്. ഇവിടെ നമ്മള് മിററിംഗ് എന്ന വാക്കിന്ന് റിഫ്ലക്റ്റിംഗ് എന്നുള്ള ഒരു വാക്കിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും എക്സ്പ്ലനേഷൻ. വാട്ട് ഈസ് ദാറ്റ്? ഇൻകോർപ്പറേറ്റ് സെൽഫ് റിഫ്ലക്ഷൻ. എപ്പോഴും എന്നെ കുറിച്ച് അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മേ ബി ബഷീർ ക വിൽ ബി നോയിങ് better than me, we often do something known as SWOT analysis. ഇതാണ് സെൽഫ് റിഫ്ലക്ഷൻ. നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. SWOT means strength, weakness, opportunity, threats. ഇത് എപ്പോഴും നിങ്ങൾ തന്നെ റിഫ്ലക്ട് ചെയ്യുക. എന്താണ് എന്റെ സ്ട്രെങ്ത്? ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ആസ്ക് യുവർ സ്പൗസ് ഓർ യുവർ പാരന്റ്സ്. അവർ പറഞ്ഞു തരും നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് ഒക്കെ. ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു ടേക്ക് ഇറ്റ് ഫോർവേഡ്. Cultivate a list of questions that prompt reflective thought. നിങ്ങളുടെ കയ്യിൽ കുറെ ക്വസ്റ്റ്യൻസ് വേണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 5 W's and 1 H. ഇതിനെ കുറെ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റുക ലൈഫിൽ. And literally you paste in your bedroom. See, for example, best example is because that's why when I saw your agenda and all, it's very much connecting. I don't know what chemistry is between us. അതാ പറഞ്ഞത്, what's next? ആ ക്വസ്റ്റ്യനിലുണ്ട് എല്ലാതും. This is the question. What's next? ആ ഒറ്റ ക്വസ്റ്റ്യൻ മതിയല്ലോ എപ്പോഴും നിങ്ങളോട് ചോദിക്കാൻ. അത് എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും എല്ലാവർക്കും ബാധകം. ലോകത്തിന് മുഴുവൻ ബാധകമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട്സ് നെക്സ്റ്റ്. ആൻഡ് ഐ ഓൾവേസ് സേ ദാറ്റ് ടേക്ക് അതിന്റെ ഒരു IPR രജിസ്ട്രേഷൻ ഇപ്പൊ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കാരണം വാട്ട്സ് നെക്സ്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. മീറ്റ് പിയേഴ്സ് ഇൻ cohorts to reflect on their learning career. നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക. ഉദാഹരണത്തിന് തൃശ്ശൂരുള്ള കുട്ടികളാണ് ഞാൻ തോന്നുന്നു കൂടുതൽ. നമുക്ക് അടുത്തുള്ള കുറെ പ്രൊഫഷണൽസ് ഉണ്ട്. ഉദാഹരണത്തിന് അനുപമ IAS, ഷീ ഈസ് ഫ്രം ദ നെക്സ്റ്റ് പഞ്ചായത്ത് ഓഫ് മൈൻ. അവിടെ പോവാ. ശ്രീധരൻ സർ, ദ മെട്രോ മാൻ, ഹി ഈസ് ഇൻ പൊന്നാനി. എല്ലാവരും അവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ റിയലി ഐ എം ടെല്ലിങ് യു, ഞാന് ശശി തരൂറുമായിട്ട് പേഴ്സണലി കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. കുഞ്ഞുണ്ണി മാഷ് നമ്മുടെ തൃപ്രയാറുള്ള അദ്ദേഹവുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ we automatically get a lot of reflection നമ്മളൊക്കെ കുറിച്ചിട്ട്. So get time to get reflected with personalities, celebrities and also your peers. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ എല്ലാവരുമായിട്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ നോക്കുക. യൂസ് വിഷ്വൽ എക്സ്പ്ലോറേഷൻ. ഇവിടെയാണ് ഞാൻ പറയുന്നത് ഡ്രീംസ് അല്ല, പക്ഷെ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വൽ ഇമേജസ് ആയിട്ട് എനിക്ക് നാളെ അവിടെ കയറി എനിക്ക് മറ്റേ പ്രൈസ് വാങ്ങണം, അതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു ഷെയ്ഖ് ഹംദാൻ അവാർഡ്. റിയലി ദുബായ് അറിയുന്നവർക്ക് അറിയാം, വേൾഡ് ട്രേഡ് സെന്ററിൽ വലിയ ലൈറ്റും ഇതിലൊക്കെ വെച്ച് ഷെയ്ഖ് ഹംദാൻ ആ അവാർഡ് തരുമ്പോ എനിക്ക് പുഞ്ചിരി വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ വൈഫ് എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യും, എപ്പോഴും നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒരു ചെറിയൊരു പുഞ്ചിരി വേണം അത് വാങ്ങുമ്പോൾ. പക്ഷെ ഞാൻ പോലും അവിടെ എത്തിയപ്പോൾ അതൊക്കെ മറന്നുപോയി. കാരണം ദിസ് ഈസ് എ വിഷ്വൽ എക്സ്പ്ലോറേഷൻ. കാരണം ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് അതീതമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ വി ആർ ജസ്റ്റ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഇൻകോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. ഇവിടെ പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ആർ യു എൻ ഇൻട്രോവേർട്ട് പേഴ്സൺ? ആർ യു എൻ എക്സ്ട്രോവേർട്ട് പേഴ്സൺ? ആർ യു എ ഹെൽപ്പർ? ആർ യു എൻ ഇന്നോവേറ്റർ? ഇതൊക്കെ നിങ്ങൾക്ക് ബാധകമാണ്. ആസ്ക് യുവർ സെൽഫ്. 360-degree ഫീഡ്ബാക്ക്. ഡോണ്ട് തിങ്ക് ദാറ്റ് എന്റെ മേലുള്ളവർ മാത്രം എന്നെ അനലൈസ് ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. എന്റെ താഴെയുള്ളവരും എന്റെ കൂടെയുള്ളവരും ഞാൻ എന്നെ തന്നെയും ഫീഡ്ബാക്ക്. യു ഹാവ് ടു കളക്ട് ദാറ്റ് 360-degree. എല്ലാവരും, മേലെയുള്ളവരും താഴെയുള്ളവരൊക്കെ. ഇൻട്രൊഡ്യൂസ് മൈൻഡ്ഫുൾനെസ്. എപ്പോഴും നിങ്ങളുടെ മനസ്സ് മൈൻഡ്ഫുൾനെസ്, സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ്, ടോളറൻസ്, സഹിഷ്ണുത, സന്തോഷം, ഈ 2 വാക്കുകളാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. വാട്ട് ഐ എം ഗിവിംഗ് എ ന്യൂ ടേം ഈസ് ഹാബിറ്റ്യൂഡ്. ദിസ് മൈറ്റ് ബി എ ന്യൂ വേർഡ്. ഹാബിറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് ഉദാഹരണത്തിന് എനിക്ക് വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് സ്ഥിരമായിട്ട്. പക്ഷെ എന്റെ ആറ്റിറ്റ്യൂഡ് വളരെ ലേസി ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ എന്താ സംഭവം, ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് അവിടെ പോയി വെള്ളം എടുത്ത് കുടിക്കുന്നത് കൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നില്ല. അപ്പൊ എനിക്ക് രണ്ടും വേണം. എന്റെ വെള്ളം കുടിക്കുന്ന ഹാബിറ്റും വേണം. I should have a positive attitude towards smartness. I should not be lazy. ഈ രണ്ടും കൂടി ഉണ്ടാവുമ്പോഴേ
That is what we should say habitude. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. റീച്ച് ഔട്ട്, എത്തിച്ചേരുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ അവിടെ, യു ഹാവ് ടു ബി ദർ, നിങ്ങൾ അവിടെ എത്തിച്ചേരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ചോദിക്കണം. അതാണ് റീച്ച് ഔട്ട്, ബി ദർ. ഇപ്പൊ നിങ്ങൾക്കറിയാം ചില നാട്ടിലും ഇപ്പൊ ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വെൽക്കം ഡ്രിങ്ക് തരാറുണ്ട് നമുക്ക്. ഇത് എല്ലാവരും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ സെക്കൻഡ് ഫ്രീ ആണത്, രണ്ടാമത് കുടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട്? എല്ലാവരും പറയുന്നുണ്ട്. ചോദിച്ചിട്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. എന്താ കാരണം? ആഗ്രഹമുണ്ട്, പക്ഷെ തന്നില്ലെങ്കിലോ? അതല്ലെങ്കിൽ ഇത് ഫ്രീ ആണ്, ഒരു സെറ്റ് തരുള്ളൂ പറഞ്ഞാലോ? പക്ഷെ ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. അവർ തരുമോ തരില്ല എന്നുള്ള വേറെ കാര്യം. ജസ്റ്റ് ആസ്ക്. പ്രിസർവിയൻസ് മീൻസ് സ്ഥിരോത്സാഹം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ പെർസിവിയറൻസ് ഇസ് സ്ഥിരോത്സാഹം. പെർസിവിയറൻസ് is a quality that you should have. There are a lot of words to it. Thriving nature എപ്പോഴും ഉണ്ടായിക്കണം. നമ്മൾ പറയില്ലേ കടുക് എന്ന് പറയില്ലേ, മസ്റ്റാർഡ് സീഡ്സ്, അതിങ്ങനെ പാത്രത്തിട്ട് ഇങ്ങനെ പൊട്ടുന്നത് പോലെ നിങ്ങൾ എവിടെ കൊണ്ടിട്ടാലും യു ഷുഡ് ബി സ്റ്റാൻഡിങ് ഔട്ട്, ടു ബി ഔട്ട്സ്റ്റാൻഡിങ്. റെസിലിയൻസ്, ഉന്മേഷം. ആളുകൾ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം, യെസ് ഈ പേഴ്സണായിട്ട് ഞാൻ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉന്മേഷം കിട്ടും. ആൻഡ് thriving nature, you don't have to be in surviving mode. നമുക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമാണ് എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവുക, എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കയറുക. നോ, thrive ചെയ്യുക. ഓക്കെ, and that's it. The next point is modeling. I will go a little fast, I know. Identify these two. ഇത് ആരൊക്കെയാണ്? Any idea? ഒരാള് ധീരുഭായ് അംബാനിയാണ്. Okay, next. ആദ്യത്തെ ആളെ അറിയില്ല. Anybody? Super 30 professor. I don't know. Exactly. Who said it? Very good. Yeah, very good. It is Anand Kumar, Super 30 teacher. We can say beyond professor. Okay. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ച ഒരു നോക്കൂ മൊഡാലിറ്റീസ്. നേരത്തെ ഒരു കുട്ടി പറഞ്ഞിരുന്നു വായിച്ച ബുക്കിനെ കുറിച്ച് ജാമിസ് പറഞ്ഞു. And that is something which I want to mention here as well. That's why I said എന്തൊക്കെയോ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ തമ്മിൽ ഈ സെഷനും തമ്മിൽ. ഫസ്റ്റ് ഇസ് എന്ത് മൊഡാലിറ്റിയാണ്? ലെഗസി. ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ മകൻ രാഷ്ട്രീയക്കാരനാവുന്നു, അച്ഛൻ ഡോക്ടർ ആണെങ്കിൽ. അതാണ് ഒരു മൊഡാലിറ്റി. നെക്സ്റ്റ് വൺ ഇസ് നമുക്കറിയാം ഇപ്പൊ എന്റെ ഫാമിലിയിലെ കുറച്ച് കുട്ടികൾ, ഞങ്ങൾ പുന്നയൂർക്കുളം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പറിച്ച് എല്ലാവരെയും കൂടിയിട്ട് സിറ്റി സറൗണ്ടിങ്ങിലേക്ക് എത്തിച്ച് ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ ദാറ്റ് സറൗണ്ടിങ് മെയ്ഡ് ദം പ്രൊഫഷണൽസ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് മറ്റേ ഗ്രാമത്തിൽ പഠിച്ചവർ ആവില്ല എന്നെല്ലാം പറയുന്നത്. ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ചിൽഡ്രൻ. ദർ ആർ സം ചിൽഡ്രൻ ദേ ഗെറ്റ് ഓൾട്ടേർഡ്, മോഡിഫൈഡ് വെൻ ദ ഹോൾ സറൗണ്ടിങ് ഈസ് എന്താ പറയുക, നമ്മൾ പറയില്ലേ പിന്നെ പോളോ കൊയ്ലോയുടെ വാക്കുകൾ പോലെ അവർ കൂടി നമുക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സറൗണ്ടിങ്, ദാറ്റ് ഈസ് അനദർ മൊഡാലിറ്റി. തേർഡ് വൺ ഈസ് നീഡ് ബേസ്ഡ്. There is a girl in Calicut, Devagiri College പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, നൂറ ജലീല. It is a need for her. കയ്യൂല കാലുമില്ല. But what she does നമ്മൾ ashamed ആക്കും. കാരണം ആ കുട്ടിക്ക് മെഡിക്കൽ റെക്കോർഡ്സ് പ്രകാരം 10% എബിലിറ്റി ഉള്ളൂ. നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് 10% ഉള്ളൂ. But go and check in the YouTube or Google what is she. എന്നിട്ട് ആ കുട്ടി ചെയ്യുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മതി. We will be ashamed of our 2 hands and 2 legs. That is something different, need based. Disability will also take you to the next. Okay, there are 3 modalities. I think I will get, otherwise I'll give a glance about it. Ee modality aanu ningal modeling il upayogikkannathu. One is V2 Mom, second one is Ikigai. That is the book that girl read. A kutti vaayichittu James paranja book aanu Ikigai. Third one is something which I developed, 10 Excelligence. We'll give a small glance about it. What is V2 Mom? V2 Mom is nothing but 2 V's. One is vision and values. What do we want to do? Adana vision. Ini dream alla vendadu, vision aanu vendadu. What do we want to do? Second one is what is important to us? Values. How will we do it? Engane adu cheyyum? What could get in our way? Endokke obstacles aano? Okay, enki easy aayittu engane cheyan pattum? How will we know if we are successful? എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഞാൻ സക്സസ്ഫുൾ ആയി എന്നത്? ഇത് ശരിക്കും ഓരോ പോയിന്റും എടുത്ത് നമുക്ക് ലൈഫിൽ ഓരോ വ്യക്തികൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒബ്സ്റ്റക്കിൾസിന് മാത്രം ഞാൻ ഉദാഹരണം പറയാം.
I was having an impression that I want to become a pilot one day. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി എന്റെ ഐസൈറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അല്ലെങ്കിൽ എനിക്കൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവണം, അല്ലെങ്കിൽ എനിത്തിങ് സംതിങ് ഡിഫറെന്റ്. അവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വൺ മോർ തിങ്, ചില സമയത്ത് നമ്മുടെ ഈ മെഷറിംഗ് ഉണ്ടല്ലോ, അത് തെറ്റാറുണ്ട്. അതിന് പ്രധാന ഉദാഹരണം, എനിക്ക് ഒരു 8-9 വർഷം മുന്നേ ദുബായില് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഒരു എക്സാം വെച്ചിരുന്നു പാരന്റ്സിന്. മാൻഡേറ്ററി അല്ല, ആർക്കെങ്കിലും വേണം എഴുതാം. 2000 മുകളിൽ കുട്ടികളുള്ള വിദ്യാർത്ഥികളുള്ള എന്റെ മോന്റെ സ്കൂളിൽ നിന്ന് ആകെ 27 പേരൻസ് മാത്രമാണ് എക്സാം എഴുതിയത്. വെറുതെ ഒരു തമാശ മാത്രം. അപ്പൊ ഞാൻ എന്റെ വൈഫായിട്ട് പോയി, ഹു ഈസ് എ ഡോക്ടർ, ഐ ആം എ ലോയർ. എന്റെ ഉദ്ദേശം ഒന്നുമല്ല, വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മളും അനലൈസ് ചെയ്യണല്ലോ, മക്കളോട് മാത്രം ചോദിച്ചാൽ പോലല്ലോ അവരുടെ അനാലിസിസ്. അങ്ങനെ ചെയ്ത് വന്നോക്കുമ്പോ കംപ്ലീറ്റ് സയൻസ് എക്സാം ആണ്. 1 മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഐ ലെഫ്റ്റ് സയൻസ് അറ്റ് 12th സ്റ്റാൻഡേർഡ്. പിന്നീട് ഞാൻ സയൻസ് തൊട്ടിട്ടില്ല. വൈഫ് ഈസ് എ പ്രാക്ടീസിങ് ഡോക്ടർ. അപ്പൊ സയൻസ് ഞാൻ അത്ര മോശമായിരുന്നില്ല, മാത്സിലും ഞാൻ അത്ര മോശമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്, ഒരു 8 കൊല്ലം മുന്നേ. അപ്പൊ ചില സമയത്ത് നമ്മുടെ മെഷറിംഗ് ഓൾസോ തെറ്റാറുണ്ട്. ആ മെഷറിംഗ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ലീഗൽ പ്രൊഫഷനിലേക്ക് പോയത്. യു ഗോട്ട് ഇറ്റ്. ഞാൻ ലീഗൽ പ്രൊഫഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നല്ല അതിന്റെ അർത്ഥം. വാട്ട് ഐ ഡിഡ് ഇസ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ആം വെരി നോട്ട് ദാറ്റ് ഗുഡ് ഇൻ മാത്സ് ആൻഡ് സയൻസ്. സോ മെഷറിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഒരു V2 മോമിന്റെ ഒരു ഫോം. വിഷൻ എഴുതുക, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു 4 വാല്യൂസ് എഴുതുക, ദെൻ ഒബ്സ്റ്റക്കിൾസ് എഴുതുക. ഓൺ ദ അതർ സൈഡ് യു റൈറ്റ് മെത്തേഡ് 1, മെഷർ 1. എന്ത് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് ഏത് മെഷർ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മെഷർമെന്റ് ഇസ് ഹൗ യു വിൽ സേ ദാറ്റ് യു ആർ സക്സസ്ഫുൾ ഓർ ഹൗ വിൽ യു സേ ദാറ്റ് യു ആർ നോട്ട് സക്സസ്ഫുൾ. തോൽവിയാണ് വിജയം എന്താണ് എന്നുള്ളത്, എന്താണോ അനാലിസിസ്, അതിനെ ബേസ് ചെയ്തിട്ട്. ദിസ് ഇസ് സംതിങ് I can share the slides with you, don't worry. I can share with the slides with you, no problem. Okay, if you have time, I don't feel like you need time to take down, I'll share the slides. Now this is the Ikigai. This is something which I told. Ikigai is a concept from Japan. Okinawa എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് അത്ര ലോകത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. അവരുടെ ലൈഫ് സ്പാനും കൂടുതൽ. എന്താ കാരണം? ഇതാണ് കാരണം. Most of them are doing what they love, what they are good at, what the world needs, and what they are rewarded for. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പാഷനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അതിൽ മാസ്റ്റർ ആവണം. ആൻഡ് ലോകം അത് ആവശ്യപ്പെടുന്നുണ്ട്, അതിനൊരു ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. ആൻഡ് വി ഗെറ്റ് പെയ്ഡ് ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഇക്കിഗായി. ഇതാണ് നമ്മൾ കുട്ടികളോട് ചൂസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. നേരത്തെ പറഞ്ഞ V2 മോം ആൻഡ് ഇക്കിഗായി. ഞാൻ പറയുന്നു, ഈ ഇക്കിഗായി എന്ന മോഡലും V2 മോം എന്ന് പറയുന്നതും ഒരു ദിവസം എടുത്ത് നമുക്ക് ചെയ്യാനുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഐ നോ ഇറ്റ് ഈസ് വെരി ഷോർട്ട് ടേം. യു ക്യാൻ വർക്ക് ഓൺ ഇറ്റ്, കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. ദിസ് ഈസ് സംതിങ് വിച്ച് ഐ എം ഡെവലപ്പിംഗ്, വിച്ച് കോൾ ആസ് 10 എക്സെലിജൻസ്. 3 വേർഡാണ്: 10, എക്സലൻസ്, ഇന്റലിജൻസ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇന്റലിജൻസ് you should always എന്താ പറയാ, നമ്മൾ ഷാർപ്പൻ ചെയ്യണം. You should give work for your brain. Excellence എന്ന് പറയുന്നത്, don't ever go behind success. വിജയത്തിന്റെ പിന്നിലല്ല പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് മികവിന്റെ പിന്നിലാണ്. മികവിന്റെ പിന്നിൽ നിങ്ങൾ പോകുമ്പോൾ വിജയം നിങ്ങളെ ഫോളോ ചെയ്യും. Make success behind you rather than before you. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. You go behind excellence. ഇതിനൊക്കെ മെത്തേഡ്സ് ഉണ്ട്. And the third one is 10 years ahead. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 10 വർഷം മുന്നോട്ട് ചിന്തിക്കുക. 10 years ahead. What is the easy part of 10 years ahead? ഇപ്പൊ എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും 10 വർഷം കഴിഞ്ഞാൽ അതിന് എന്തായിരിക്കും ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 വർഷം മുന്നേ നമ്മളിപ്പോ ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സൂം എന്നോ ഉണ്ട്. ഈവൻ ഐ തിങ്ക് യു ഓൾ ഹേർഡ് അബൌട്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇല്ലേ? ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ മീറ്റിംഗിൽ അഫ്താബ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഞാനും വിചാരിച്ചിരുന്നു. ബട്ട് യു നോ വിച്ച് ഇയർ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ്? 1924 ഇത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഐ ജോയിൻഡ് ഇൻ 2009. അപ്പൊ എന്താ അതിന്റെ ആവശ്യം? ഐ ഡിഡ്ന്റ് റീച്ച് ദ. അപ്പൊ നമുക്ക് ഈ ഒരു 10 years ബാക്കിലെ സംഗതികളല്ല, 10 years aheadലേക്ക് നമ്മൾ എത്തണം. ദാറ്റ് ഇസ് വാട്ട് ഐ മീൻ. ഫോർ ദാറ്റ് വൺ സിമ്പിൾ സ്റ്റെപ്പ് ഇസ് 10-10-10. എന്താണ്? രാവിലെ എല്ലാ ദിവസവും early morning when you get up, give the first 30 minutes or any 30 minutes, 10 minutes for meditation or prayer,
10 minutes for reading, 10 minutes for writing a journal. ഈ 3 10 നിങ്ങൾ ചെയ്താൽ മതി. At least after 1 year, I'm sure you will have a book to publish. You will have a lot of things to be done. Okay? I think Aftab is coming to me because of time. Now, this is why I shown the picture. നമ്മുടെ നേരത്തെ എന്താണ് ഇവിടുത്തെ modality? It's very simple. See, Hrithik Roshan ഞാൻ കാണിച്ചു. Actually, he played the role of Anand Kumar in the movie Super 30. ഇതാണ് ആ വ്യക്തി. Guru എന്ന മൂവിയിൽ Abhishek Bachchan was playing the role of Ambani. Okay, Dhirubhai Ambani. So this is the modality. നിങ്ങൾ ഇമേജ് എന്ന് വരേണ്ടത് മോഡലിലേക്കാണ്. ഈ ഡിഫറൻസ് ഉണ്ട്. ഇത് പലരും ചെയ്യാറില്ല. We are still in the image. ഇമേജിലല്ല വേണ്ടത്. Image is only for the first thing. You should come to the real model. Now, a very simple mirroring and modality can be together. What happened with Bashir Khan and Aftab is the best example. Karan, the one is PB Salim, former Kozhikode collector, PB Noor, present collector. എന്താണ് കോഴിക്കോട് അല്ല, പിന്നെ for him, for the younger brother, it was easy. Mirroring easy ആയിരുന്നു, modeling easy ആയിരുന്നു for him, the younger brother. Is the best modality we can see that I can identify and give in your example. The last slide, or perhaps I can tell you, these are the proud Indian modalities. പക്ഷെ ഇതിൽ 2 തെറ്റുണ്ട്. എന്താണെന്ന് അറിയോ? ഞാൻ നിങ്ങൾക്ക് ടൈം എടുക്കുന്നില്ല. ഒന്ന്, പെപ്സിയുടെ സിഇഒ മാറിയിരിക്കുന്നു, അതേപോലെ കോഗ്നിസന്റെ സിഇഒയും മാറിയിരിക്കുന്നു. ബാക്കി എല്ലാതും ഇപ്പോഴും ഇന്ത്യൻസ് തന്നെയാണ്. That is a modality, that Indian modality we can show the world. Very simple. That is the last point. You should have a mentee-mentor relation. നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്റർ വേണം നിങ്ങളുടെ ലൈഫിൽ. That is an easy way to mirror and model. അത് എങ്ങനെയുള്ള ആളായിരിക്കണം? എന്തുകൊണ്ടാണ് പറ്റാത്തത്? Because you want to choose a person who is accessible, available, approachable and knowledgeable. ഇത് എല്ലാം കൂടി കിട്ടുന്നത് വളരെ അപൂർവമാണ്. Accessible, available ആവണം, approachable ആവണം and knowledgeable. ഈ നാലും. Okay? I'm just going fast. From this session, I would like you to read a book, Die Empty. എന്ന ഈ ടോഡ് ഹെൻറിയുടെ ബുക്ക് നിങ്ങൾ വായിക്കുക. It has got a lot of things to enhance your career. Also, if you are a movie goer, watch the movie The Pursuit of Happiness. ഈ 2 ലെസൺ, ഒരു ബുക്കും ഉണ്ട്, ഒരു മൂവിയും ഉണ്ട്. I'm sure that will be the takeaway. If I want to give in one picture the whole session, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്ത എല്ലാതും, ഈ പറഞ്ഞ മൂവിയും ബുക്കും മൊഡാലിറ്റിയും മിററിങ്ങും എല്ലാതും കരിയറും, I can simply define with this picture. Never stop watering that tree. Okay? And this is what we have been doing. We spoke about career, we spoke about mirroring, we spoke about self-reflection. Something I want to emphasize is 10-10-10. Modeling, V2 Mom and Ikigai. Modality, where do you see yourself in 3 to 5 years? Ippo, ningal next 3 to 5 years evada ningala കാണുന്നു എന്നുള്ളത് നിങ്ങൾ you have to answer that question. And thank you very much. If I have